പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് എന്നുള്ളതാണ്. എന്തായിരുന്നു ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഓർത്തോഗണൽ ആവണമെങ്കിൽ എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എയുടെ ട്രാൻസ്പോസ് ആവുമെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുള്ളതും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ കോളംസ് പരസ്പരം ഓർത്തോഗണലായിരിക്കുന്നു. അതുപോലെ അതിൻ്റെ റോസും ഓർത്തോഗണലായിരിക്കുന്നു, ഓർത്തോനോർമൽ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇഫ് എൻക്രോസ് മെട്രിക്സിൻ്റെ കേസിൽ നമ്മൾ പറയാണ്ട് കണ്ടീഷൻ കൂടി ഈസ് ഓർത്തോഗണൽ, ദെൻ എന്താണെന്ന് പറയുന്നത്? ദെൻ നോം ഓഫ് എ എക്സ് ഈക്വൾ ടു നോം എക്സ് ഫോർ ഓൾ എക്സ് ഇൻ ആർ എൻ ആണ്. ഓൾസോ എ എക്സ് ഡോട്ട് പ്രൊഡക്റ്റ് എ വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് പ്രൊഡക്റ്റ് വൈ ഫോർ ഓൾ എക്സ് ആൻഡ് വൈ ഇൻ ആർ എൻ ആണ്. ഇതാണ് നമ്മൾ പറയണത്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം, ലെറ്റ് ദ മാപ്പ് ടി എ ഫ്രം ആർ ക്യൂബ് ടു ആർ ക്യൂബ് എ മൾട്ടിപ്ലിക്കേഷൻ ബൈ ദി ഓർത്തോഗണൽ മെട്രിക്സ്. അപ്പോൾ നമുക്കൊരു ഓർത്തോഗണൽ മെട്രിക്സ് തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു 1/3 2/3 2/3 2/3 minus 2/3 1/3 minus 2/3 minus 1/3 2/3. ഫൈൻഡ് ടി എ ഓഫ് എക്സ്. ടി എ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ? ടി എ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ചെയ്യുക, ആ എ എന്ന് പറഞ്ഞ മെട്രിക്സ് കൊണ്ട് ആ എക്സ് എന്ന് പറഞ്ഞ വെക്ടറിനെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് തന്നിട്ടുള്ള 0 1 4 ആണെന്ന് എന്ത് കൺഫേം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? നോം ഓഫ് ടി എ ഓഫ് എക്സ് എന്ന് പറയുന്നതും നോം എക്സ് എന്ന് പറയുന്നതും സെയിം ആണ് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബൈ ഡെഫിനിഷൻ ടി എ ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ്, ദാറ്റ് ഈസ് എ ഇൻറ്റു എക്സ്. അപ്പോൾ എന്ത് വരും? എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? 1/3 2/3 2/3 ഇൻറ്റു 1 1 4 അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അടുത്തത് 2/3 മൈനസ് 2/3 1/3 ഇൻറ്റു 1 1 4 ഈ എലമെൻറ്റ്, മൈനസ് 2/3 മൈനസ് 1/3 2/3 ഇൻറ്റു 1 1 4 ഈ എലമെൻറ്റ്. എന്താ നമുക്ക് കിട്ടുക? അപ്പോൾ 11/3 4/3 5/3 ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നോം ഓഫ് ടി എ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ റൂട്ട് എടുക്കുക അല്ലേ? റൂട്ട് ഓഫ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നോം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. നോം എന്ന് പറഞ്ഞാൽ ഇന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഇപ്പോൾ ടി എ ഓഫ് എക്സ് ടി എ ഓഫ് എക്സിൻ്റെ ഇന്ന പ്രൊഡക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എലമെൻറ്റുകളുടെ സ്ക്വയറുകളാണ് ഉള്ളിൽ കിടക്കുന്ന ആൾ. ഇതിൻ്റെ ഹോൾ പവർ 1/2 ആണ് നോം അല്ലേ? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 11/3 ഹോൾ സ്ക്വയർ പ്ലസ് 4/3 ഹോൾ സ്ക്വയർ പ്ലസ് 5/3 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 റൂട്ട് 2 ആണ്. ഇനി നോക്കുക, നോം എക്സ് എന്താ വരിക എന്ന് നോക്കുക. നോം എക്സ് ഈക്വൽ ടു നോം ഓഫ് 1 1 4 അല്ലേ? അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 18 എന്ന് വെച്ചാൽ 3 റൂട്ട് 2. അപ്പോൾ എന്ത് കിട്ടി? നോം ഓഫ് ടി എ ഓഫ് എക്സ് ഈക്വൽ ടു നോം എക്സ് ആണ് കിട്ടി. അതിന് കാരണം എന്താ? തന്നിരിക്കുന്ന ടി എ എന്ന് പറയുന്നത് ഓർത്തോഗണൽ ആയതുകൊണ്ടാണ് ടി എ ഓഫ് എക്സ് എന്ന് പറയുന്നത് നോം എക്സ് വന്നത്. സത്യത്തിൽ പറയുന്ന ഇതാണ്, ഒരു ഓർത്തോഗണൽ മെട്രിക്സ് നോം ഒരു എക്സിൻ്റെ നോമിൽ മാറ്റം വരുത്തില്ല എന്നുള്ളതാണ് ഈ പറയണത്. ഇനി എന്താ ചെയ്യാമെന്ന് നോക്കാം. ഓർത്തോഗണൽ ഡയഗണലൈസേഷൻ. അപ്പോൾ എന്താണ് ഓർത്തോഗണൽ ഡയഗണലൈസേഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? ഡയഗണലൈസേഷൻ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഓർത്തോഗണൽ ഡയഗണലൈസേഷൻ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഇഫ് എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിക്സസ്, then we say that B is orthogonally similar to A if there is an orthogonal matrix P such that B equal to P transpose AP. അപ്പോൾ ഓർത്തോഗണൽ ഡയഗണലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ അതായത് മെട്രിക്സിൻ്റെ സിമിലിയാരിറ്റിയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. രണ്ട് മെട്രിക്സ് എപ്പോഴാണ് സിമിലിയർ ആണെന്ന് നോക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു? രണ്ട് മെട്രിക്സ് സിമിലിയർ ആണോ നോക്കാൻ. രണ്ട് മെട്രിക്സ് എയും ബിയും സിമിലിയർ ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും? എയും ബിയും സിമിലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുമായിരുന്നു? എ ഈക്വൽ ടു സം പി ബി പി ഇൻവേഴ്സ് ആണെന്ന് നമുക്കറിയായിരുന്നു അല്ലേ? ഇവിടെ എന്താ പറയണേ? ഓർത്തോഗണൽ സിമിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓർത്തോഗണൽ സിമിലിയർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ, ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റണം. പക്ഷേ ഈ പി മെട്രിക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് മെട്രിക്സ് ആയിരിക്കണം, ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കണം. ഓക്കെ. So if A and B are square matrices, then we say that B is orthogonally similar to A if there is an orthogonal matrix P such that B equal to P transpose AP. Okay. എന്തുകൊണ്ടാണ് പി ട്രാൻസ്പോസ് എഴുതാൻ കാരണം, ഓർത്തോഗണൽ മെട്രിക്സ് ആകുമ്പോൾ പി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തിൻ്റെ എഫക്റ്റ് തന്നെയാണ്, പി ഇൻവേഴ്സ് എ പി എഴുതുന്നത് പോലെ തന്നെയാണ്. കാരണം ഓർത്തോഗണൽ ആയാൽ പി ഇൻവേഴ്സും പി ട്രാൻസ്പോസും എന്താണ്, സെയിം ആണ്. ഓക്കെ. നോട്ട് ദാറ്റ് ബി ഇസ് ഓർത്തോഗണലി സിമിലർ ടു എ, ദെൻ ബൈ ഡെഫിനിഷൻ ദർ ഇസ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ് പി സച്ച് ദാറ്റ് B equal to P transpose AP. Then P transpose അങ്ങോട്ടുള്ള കാര്യം പറയുകയാണ്. അതായത് നമ്മൾ A similar to B എന്ന് പറഞ്ഞാൽ B similar to A ആണ്. Similarly A similar orthogonally similar to B means B orthogonally similar to A. അടുത്തെന്താ പറയുന്നത്, ഓർത്തോഗണലി ഡയഗണൈസിബിൾ. ഇപ്പോൾ ഡയഗണൈസിബിളിൻ്റെ ഡെഫിനേഷൻ അറിയായിരുന്നു അല്ലേ. ഒരു മെട്രിക്സ് എയും ബിയും ഡയഗണൈസിബിൾ ആവണമെങ്കിൽ എനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റണം, ഒരു ഈക്വൽ ടു സം പി ട്രാൻസ്പോസ് എന്താ ബി പി രീതിയിൽ എഴുതാൻ പറ്റണം. ആ എഴുതുന്നത് ഒരു ഡയഗണൈസിബിൾ മെട്രിക്സ് ആയിരിക്കണം. സോ അതുപോലെ തന്നെ എ സ്ക്വയർ മെട്രിക്സ് എ is said to be orthogonally diagonizable if it is orthogonally similar to some diagonal matrix, that is if there exists a orthogonal matrix P such that P transpose AP is diagonal. In this case we say that the matrix P is orthogonally diagonizable A. Okay. നേരത്തെയുള്ള ഡയഗണൈസൽ കണ്ടീഷനിൽ എന്തുകൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്, പി എന്ന് പറഞ്ഞ മെട്രിക്സ് ഓർത്തോഗണൽ ആയിരിക്കണം എന്നുള്ള എക്സ്ട്രാ കണ്ടീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. കണ്ടീഷൻസ് ആണ് പറഞ്ഞത്, കണ്ടീഷൻസ് ഫോർ ഓർത്തോഗണൽ ഡയഗണൈസബിലിറ്റി എന്തൊക്കെയാണ്, തിയറം പറയാൻ പോവാണ്. ഇഫ് എ ഈസ് ആൻ എൻക്രോസൻ മെട്രിക്സ് വിത്ത് റിയൽ എൻട്രീസ് ദെൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇക്വലൻറ്റ്. ഒന്ന്, എ ഈസ് ഓർത്തോഗണലി ഡയഗണൈസബിൾ. രണ്ട്, എ ഹാസ് ആൻ ഓർത്തോ നോർമൽ സെറ്റ് ഓഫ് എൻ ഐഗൻ വെക്ടേഴ്സ്. രണ്ട്, എ ഈസ് സിമെട്രിക്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഒന്ന്, എ ഈസ് ഓർത്തോഗണലി ഡയഗണൈസബിൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും, എ ഹാസ് ആൻ ഓർത്തോനോർമൽ സെറ്റ് ഓഫ് ഐഗൻ വെക്ടേഴ്സ്. രണ്ടാമത്തെ എന്താ പറയണത്, എ ഈസ് സിമെട്രിക്. സോ നമുക്ക് ഓരോന്നോരോന്നായി പ്രൂവ് ചെയ്യാം. സപ്പോസ് ദാറ്റ് the encrossed matrix A with real entries is orthogonal diagonizable ആണെന്ന് അസ്യൂം ചെയ്തു. ഓർത്തോഗണലി ഡയഗണൈസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, there exists a orthogonal matrix P and a diagonal matrix D such that P transpose AP equal to D. അതാണ് എന്തിൻ്റെ അർത്ഥം, ഓർത്തോഗണലി ഡയഗണൈസബിൾ എന്ന് പറഞ്ഞാലുള്ള അർത്ഥം അല്ലേ. ഓക്കെ. സിൻസ് പി ട്രാൻസ്പോസ് ഈക്വൽ ടു പി ഇൻവേഴ്സ് വി ക്യാൻ റൈറ്റ്, നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എ പി ഈക്വൽ ടു പി ഡി എന്ന് തന്നെ കിട്ടും. നമ്മൾ ഡയഗണൈസിബിലിറ്റിയുടെ പ്രൂഫ് ചെയ്ത് അതേ രീതി തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പ്രൂഫ് മനസ്സിലായാൽ ഈ പ്രൂഫും വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ. നൗ ലെറ്റ് us denote the column vectors p by p1 p2 etc pn. അപ്പോൾ നമ്മൾ അവിടെ പ്രൂവ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, എക്സാമ്പിൾ എടുത്തിട്ടൊക്കെ എ പി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ അതേ പരിപാടിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എ പി ഈക്വൽ ടു എ ഇൻറ്റു പി വൺ പി ടു എക്സെട്ര പി എൻ ഈക്വൽ ടു എ പി വൺ എ പി ടു എക്സെട്ര എ പി എൻ. അത് ഇക്വേഷൻ 2 എന്ന് വിചാരിക്കുക. ലെറ്റ് us denote the diagonal entries of D by lambda 1, lambda 2 etc. lambda n. We know that the multiplicity of a matrix P on the right side of diagonal matrix. അപ്പോൾ അതും നമ്മളവിടെ പറഞ്ഞിരുന്നു, ഒരു ഡയഗണൽ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഒരു ഡയഗണൽ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ മെട്രിക്സിൻ്റെ കറസ്പോണ്ടിങ് കോളംസ് എല്ലാം ആ ഡയഗണൽ എൻട്രി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത എഫക്റ്റാണ് വരിക അല്ലേ. ദാറ്റ് ഈസ് പി ഡി ഈക്വൽ ടു ആരാ, ദ മെട്രിക്സ് ലാംഡ 1 P1 ഫസ്റ്റ് കോളം, ലാംഡ 2 P2 സെക്കൻഡ് കോളം എക്സെട്ര ലാംഡ എൻ പി എൻ nth കോളം. ദെൻ അത് രണ്ട് ഈക്വാലിറ്റി കൊടുത്താൽ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി ഈക്വാലിറ്റി കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, എ പി 1 എ പി 2 എ പി എൻ ഈക്വൽ ടു ലാംഡ 1 P1 ലാംഡ 2 P2 എക്സെട്ര ലാംഡ എൻ പി എൻ. ദാറ്റ് ഈസ് എ പി 1 ഈക്വൽ ടു ലാംഡ 1 P1 എ പി 2 ഈക്വൽ ലാംഡ 2 P2 എ പി എൻ ഈക്വൽ ടു ലാംഡ എൻ പി എൻ. പി എന്താണെന്ന് നമുക്കെന്നറിയാം, പി ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണെന്ന് അറിയാം. പി ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആയതുകൊണ്ട് എന്താ പ്രത്യേകതയുള്ളത്, ദ കോളം വെക്ടേഴ്സ് P1 P2 എക്സെട്ര പി എൻ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഹെൻസ് നോൺ സീറോ. അവർ നോൺ സീറോ ആണ്. ഹെൻസ് ദെർഫോർ ദ ഇക്വേഷൻ 4 സേസ് ദാറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, ലാംഡ 1 ലാംഡ 2 എക്സെട്ര ലാംഡ എൻ എന്ന് പറയുന്നത് അതിൻ്റെ ഐഗൻ വാല്യൂസ് ആണെന്ന് പറയാൻ പറ്റും.
and p1 p2 etc pn are n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ് ഓഫ് എ ആണെന്ന് പറയാം. പക്ഷെ പി എന്താണെന്ന് തന്നിട്ടുണ്ട്, പി ഓർത്തോഗണലാണെന്നറിയാം. പി ഓർത്തോഗണലായാൽ ഓട്ടോമാറ്റിക്കലി പിയുടെ കോളം വെക്ടേഴ്സ് എന്തായി മാറും, ഓട്ടോമാറ്റിക്കലി അവർ ഓർത്തോ നോർമലാവും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടി, ദസ് എ ഹാസ് ആൻ ഓർത്തോനോമൽ സെറ്റ് ഓഫ് n distinct ഐഗൻ വെക്ടേഴ്സ്. ഓക്കെ, ഇനി എന്താ കാണിക്കാൻ പോണേ, ബി ഇംപ്ലൈസ് എ. ബി ഇംപ്ലൈസ് എയിൽ എന്താ ചെയ്യേണ്ടത്, ബി ഇംപ്ലൈസ് എയിൽ എന്താ കാണിക്കേണ്ടത്, അസ്യൂം ദാറ്റ് എ ഹാസ് ആൻ ഓർത്തോനോമൽ സെറ്റ് ഓഫ് ഐഗൻ വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. ലെറ്റ് p1 p2 pn be the orthonormal set of n eigen vectors corresponding to lambda 1 lambda 2 etc lambda n. Then എന്ത് പറയാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ഐഗൻ വെക്ടേഴ്സ് ആണ് ഐഗൻ വാല്യൂസിൻ്റെ. സോ എ പി വൺ ഈക്വൾ ടു ലാംഡ പി വൺ, എ പി ടു ഈക്വൾ ടു ലാംഡ പി ടു എക്സെട്ര എ പി എൻ ഈക്വൾ ടു ലാംഡ എൻ പി എൻ. സിൻസ് പി ബി എൻ എൻ ക്രോസ് എൻ മെട്രിക്സ് ഹൂസ് കോളംസ് ആർ പി വൺ പി ടു പി എന്ന രീതിയിൽ എടുക്കുക അല്ലേ. ദാറ്റ് ഈസ് ക്യാപിറ്റൽ പി ഈക്വൾ ടു പി വൺ പി ടു പി ത്രീ എക്സെട്ര പി എൻ. ക്ലിയർലി നമുക്ക് എന്താ അറിയാം, പി വൺ പി ടു പി എന്ന് പറയുന്നത് ഒരു ഓർത്തോനോമൽ സെറ്റാണ് തന്നിട്ടുണ്ട് നമ്മുടെ അസംഷൻ പ്രകാരം അല്ലേ. ഇനി നമുക്ക് എന്താ അറിയണ്ടേ, ദാറ്റ് ഈസ് പി ഈസ് ഓർത്തോഗണൽ. നമുക്കറിയാം എന്തൊരു തിയറം ഉണ്ടായിരുന്നു, അതായത് കോളംസ് എല്ലാം ഓർത്തോനോമൽ ആണെങ്കിൽ പി എന്ന് പറഞ്ഞ മെട്രിക്സ് ഓർത്തോഗണൽ ആവുന്നു, ഓർത്തോഗണൽ ആണെങ്കിൽ കോളംസും റോസും ഒക്കെ ഓർത്തോനോമൽ ആവുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് യൂസ് ചെയ്ത പ്രകാരം പി എന്തായി മാറി, ഒരു ഓർത്തോഗണൽ മെട്രിക്സായി മാറി. ആൾസോ ഡി ബി ആൻ എൻ ക്രോസ് എൻ ഡയഗണൽ മെട്രിക്സ് വിത്ത് ലാംഡ 1 ലാംഡ 2 എക്സെട്ര ലാംഡ എൻ with successive diagonal entries, then AP equal to എന്താ, A into P1 P2 etc Pn ആണ്. that is equal to AP1 AP2 etc APn which is equal to lambda 1 P1 lambda 2 P2 lambda n Pn equal to PD by definition. that is നമുക്ക് എന്ത് കിട്ടി, AP equal to PD എന്ന് കിട്ടി. ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പി ട്രാൻസ്പോസ് എ പി അല്ലെങ്കിൽ പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി ആയി മാറി അല്ലേ. അതായത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ കിട്ടി, നമുക്ക് പി ട്രാൻസ്പോസ് എ പി എന്ന് പറഞ്ഞാൽ ഡി ആണെന്ന് ഇവിടെ നിന്ന് പ്രൂവ് ചെയ്യാം അല്ലേ. എ പി ഈക്വൽ ടു പി ഡി ആണ്. ഇതിൽ പി ട്രാൻസ്പോസ് രണ്ട് സൈഡും ചെയ്യുക, ഇവിടെയും പി ട്രാൻസ്പോസ് ചെയ്യുക, ഇവിടെയും പി ട്രാൻസ്പോസ് ചെയ്യുക. ഇവിടുത്തെ പി ട്രാൻസ്പോസ് എന്തായി മാറും, പി ട്രാൻസ്പോസ് എ പി ആയി നിൽക്കും. ഇവിടുത്തെ ആൾ പി ട്രാൻസ്പോസും പിയും കൂടി ഐഡൻറ്റിറ്റി ആയി പോവും. that is D കിട്ടും. that is P transpose AP equal to D കിട്ടും. that is A is an orthogonally diagonalizable ആണ് പ്രൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ, അടുത്ത് എന്താ പ്രൂവ് ചെയ്യാൻ നമ്മൾ A implies C. എന്താ, suppose that the n cross n matrix A with the real entries is orthogonally diagonalizable ആണെന്ന് വിചാരിച്ചു. then by definition എന്താണ്, there exists an orthogonal matrix P and a diagonal matrix D such that P transpose AP equal to D. Okay, so P transpose AP equal to D implies രണ്ട് സൈഡും P കൊണ്ട് ചെയ്യണു. that is P into P transpose AP into P transpose equal to PD P transpose. so ഇവിടെ P transpose ഐഡൻറ്റിറ്റി ആയി, ഇവിടെ P transpose ഐഡൻറ്റിറ്റി ആയി. that is A equal to എന്തായി മാറി, PD P transpose. Now, transposing both sides of the above equation and using the fact that a diagonal is the same as its transpose. ഈ രണ്ട് സൈഡിലും ട്രാൻസ്പോസ് എടുക്കുന്നു. അപ്പോൾ ഡിയുടെ ട്രാൻസ്പോസ് എന്ത് തന്നെയാണ്, ഡി തന്നെയാണ്. കാരണം ഡി ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പോൾ എന്ത് കിട്ടും, എ ട്രാൻസ്പോസ് ഈക്വൽ ടു പി ഡി പി ട്രാൻസ്പോസ് ഈക്വൽ ടു പി ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് ഇൻറ്റു ഡി ട്രാൻസ്പോസ് ഇൻറ്റു പി ട്രാൻസ്പോസ്. ദാറ്റ് ഈസ് പി ഡി പി ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്, എ തന്നെയാണ്. ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ത് കിട്ടി, എ ആണെന്ന് കിട്ടി. അങ്ങനത്തെ മെട്രിക്സിനെ നമ്മൾ എന്ത് വിളിക്കുക, സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കുക അല്ലേ. സോ അതിൻ്റെ പ്രൂഫും ഓക്കെ ആയി. C implies A is the proof of this part is beyond the scope of the text. ഓക്കെ, C implies A നമ്മൾ സിമെട്രിക് ആണെങ്കിൽ അത് ഓർത്തോഗണൽ ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് തൽക്കാലം ആവശ്യമില്ല.